പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ചില സൂറത്തുകൾ എടുത്ത് പ്രചരിപ്പിക്കാറെല്ലാമുണ്ട്. സത്യത്തിൽ എന്താ വസ്തുത? ഇന്ന് ഉള്ള ഷിയാക്കൾ അവരിൽ ബഹുഭൂരിപക്ഷവും സുന്നികളുടേതിന് തുല്യമായ അതേ ഖുർആൻ തന്നെ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഷിയാക്കളുടെ ചില ഗ്രന്ഥങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അവരുടെ ഒരു ഹദീസ് സമാഹാരമാണ് ഉസൂലുൽ കാഫി. സുന്നികൾ ബുഖാരിയെയും മുസ്ലിമിനെയുമെല്ലാം കരുതുന്ന പോലെ ഷിയാക്കൾ കരുതുന്ന പ്രധാനപ്പെട്ട അവരുടെ ഒരു ഹദീസ് ഗ്രന്ഥമാണ് ഉസൂൽ കാഫി. അതിലെ 2-ാമത്തെ വാല്യത്തിൽ 634-ാമത്തെ പുറത്തിൽ 28-ാമത്തെ ഹദീസായി കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. അബൂ അബ്ദുള്ള പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ ഖുർആനിൽ 17,000 ആയത്തുകളുണ്ടായിരുന്നു. ഇത് ഷിയാക്കളുടെ ഗ്രന്ഥത്തിലുള്ളതാണ്. ഷിയാക്കൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ പുറത്തു നിന്ന് തകർക്കാൻ കഴിയാത്തത് കൊണ്ട് അകത്ത് കയറി ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമായി ഉടലെടുത്തൊരു വ്യതിയാന കക്ഷിയാണ് ഷിയാക്കൾ. അബ്ദുല്ലാഹിബിൻ സബഈ എന്ന് പറയുന്ന യമനി യഹൂദൻ, അദ്ദേഹം മദീനയിലെത്തി ഇസ്ലാം സ്വീകരിച്ചതായി അഭിനയിച്ച് അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചക കുടുംബത്തോടെല്ലാമുള്ള സ്നേഹം, അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം വല്ലാതെ പെരുപ്പിച്ച് കാണിച്ച് സ്വഹാബിമാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച് അലിയുടെ പക്ഷം എന്നുള്ള രൂപത്തിൽ പുതിയ പക്ഷമുണ്ടാക്കി ആ പക്ഷത്തിന് അതിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളുമെല്ലാം പുതിയ രൂപങ്ങളിൽ പിൽക്കാലഘട്ടത്തിൽ പരിണമിച്ചുണ്ടായി. അങ്ങനെ ഉണ്ടായ ഒരു വ്യതിയാന കക്ഷിയാണ്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കക്ഷിയാണ് ഷിയാക്കൾ. ആ ഷിയാക്കൾ സ്വാഭാവികമായും ഖുർആനെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകണം, ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷിയാക്കൾ പറഞ്ഞുണ്ടാക്കിയതാണിത്. അതല്ലാതെ ഒരു തെളിവുമില്ല, വെറുതെ പറയാണ്. ആ പറച്ചിലാണ് ഇവരുടെ തെളിവ്. യഥാർത്ഥത്തിൽ പിൽക്കാലഘട്ടത്തിലെ ഷിയാക്കൾ പോലും തള്ളിക്കളഞ്ഞതാണിത്. അതിൻ്റെ ആളുകൾക്ക് പോലും ആരാണതുണ്ടാക്കിയത്, ഈ കഥയുണ്ടാക്കിയത്, ആ ആളുകൾ തന്നെ തള്ളിക്കളഞ്ഞ കഥയാണ് ഇന്ന് ഇസ്ലാം വിമർശകരുടെ അടുത്തുള്ളത്. ഷിയാക്കളിലെ ഇസ്നാ ശരികളിൽപ്പെട്ട പ്രഗത്ഭ ഹദീസ് പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ ബാബവൈഹ്. മുഹമ്മദ് ബിൻ ബാബവൈഹ് ഈ ആശയത്തെ തള്ളുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അതേപോലെ ഇന്ന് നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ ഇമാമി ഷിയാക്കളുടെ നിയമവിശാരദനായ അബൂ ജാഫർ മുഹമ്മദ് ബിൻ അൽ ഹസൻ അത്തൂസി, അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്. അതിൻ്റെ പേരിന് അൽത്തിബയാൻ എന്നാണ്. അൽത്തിബയാൻ എന്ന തൻ്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ മുഹമ്മദ് ബിൻ ഹസൻ അത്തൂസി വളരെ കൃത്യമായി പറയുന്നു, പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ ഇന്ന് നിലനിൽക്കുന്നു, ആരും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധനായ ഖുർആൻ വ്യാഖ്യാതാവ് അത്തബറാസി, അദ്ദേഹത്തിൻ്റെ മജ്മുഉൽ ബൈളാൻ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഇല്ല, പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ നിലനിർത്തിയാണ്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഇസ്ലാം വിമർശകരുടെ അടിസ്ഥാനരാഹിത്യം നമുക്ക് മനസ്സിലാവുക. ആരോ ഒന്ന് എഴുതിയുണ്ടാക്കി ഖുർആനിനെതിരിൽ, ആ എഴുതിയ ആളുകൾക്ക് തന്നെ പിൽക്കാലഘട്ടത്തിൽ ബോധ്യപ്പെട്ടു ഖുർആനിനെതിരിൽ ഈ പച്ചക്കള്ളം നിലനിൽക്കില്ല എന്ന്. 17,000 ആയത്തുകൾ ഖുർആനിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖുർആൻ്റെ ഒരു പ്രധാന ഭാഗം നഷ്ടപ്പെട്ടു എന്നാണ്. അങ്ങനെ ഒരാശയം അത് ഷിയാക്കൾ പറഞ്ഞുണ്ടാക്കി. ആ ആശയത്തിന് നിലനിൽപ്പില്ല എന്ന് കണ്ട് ഷിയാക്കൾ തന്നെ പിൽക്കാലഘട്ടത്തിൽ തിരുത്തി. പക്ഷേ ഇപ്പോഴും മിഷനവർമാരുടെ അടുത്തുള്ള ആയുധം അത് തന്നെയാണ്. എന്നിട്ട് അവരിങ്ങനെ എടുത്തുദ്ധരിക്കുക സൂറത്തുകൾ, സൂറത്തുൽ നൂറൈൻ, സൂറത്തുൽ വിലായ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്.
അതിനെക്കുറിച്ചും ഷിയാക്കൾ പറയുന്നത് എന്താ? ഈ സൂറത്തുകൾ യഥാർത്ഥത്തിൽ ഖുർആനിലുള്ളതേ അല്ല എന്നാണ്. ഷിയാക്കളുടെ തന്നെ 17-ാം നൂറ്റാണ്ടിന് മുൻപുള്ള ഒരു ഗ്രന്ഥത്തിലും അതില്ല. 17-ാം നൂറ്റാണ്ടിലെ ദബിസ്ഥാനെ മദാഹിബ് എന്ന ഗ്രന്ഥം 17-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ്. അതും ഇന്ത്യയിൽ രചിക്കപ്പെട്ടതാണ്. ആ പുസ്തകത്തിലാണ് ഈ 2 സൂറത്തുകളുടെ പേരിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് ആ സൂറത്ത് എടുത്തിട്ടാണ് ഖുർആനിലെ വെല്ലുവിളിക്ക് മറുപടി എന്നെല്ലാം പറഞ്ഞു കൊണ്ടുവരുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, മിഷനറിമാരും യുക്തിവാദികളുമല്ലോ. ഇസ്ലാമിൻ്റെ വിമർശകരുടെ കൈകളിലുള്ള ആയുധങ്ങൾ, തെളിവുകൾ എത്രത്തോളം അടിസ്ഥാനരഹിതമാണ് എന്ന് സത്യാന്വേഷികൾക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുകയാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി വരുമ്പോൾ. യഥാർത്ഥത്തിൽ ഇന്ന് ഷിയാക്കൾ പോലും, ഉണ്ടാക്കിയ ഷിയാക്കൾ പോലും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ വാദവുമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ്റെ ഇൻ്റഗ്രിറ്റിയെ, അഖണ്ഡതയെ, ഖുർആൻ്റെ വിശ്വാസ്യതയെ തകർക്കാൻ വേണ്ടി എന്ന രൂപത്തിൽ ചിലർ പ്രത്യക്ഷപ്പെടുന്നത് എന്നത് അവരുടെ ബുദ്ധിപരമായ സത്യസന്ധതയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് അക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്.